പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1-ാമത്തെ ചോദ്യം: എന്ത് ആയുധമായി ധരിക്കണമെന്നാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്? ഉത്തരം: ജഡത്തിൽ കഷ്ടമനുഭവിച്ച ക്രിസ്തുവിൻ്റെ ഭാവം. 2-ാമത്തെ ചോദ്യം: ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ എങ്ങനെ ജീവിക്കണം? ഉത്തരം: ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്. 3-ാമത്തെ ചോദ്യം: ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ഉത്തരം: പാപം വിട്ടൊഴിയണം. 4-ാമത്തെ ചോദ്യം: ജാതികൾ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ ഏത്? ഉത്തരം: കാമാർത്തി, മോഹം, വീഞ്ഞുകുടി, വെറിക്കൂത്ത്, മദ്യപാനം, ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന. 5-ാമത്തെ ചോദ്യം: ജാതികൾ നിങ്ങളെ ദുഷിക്കാൻ കാരണമെന്ത്? ഉത്തരം: ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നതുകൊണ്ട്. 6-ാമത്തെ ചോദ്യം: ജാതികൾ ആർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും? ഉത്തരം: ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന്. 7-ാമത്തെ ചോദ്യം: മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത് എന്തിന്? ഉത്തരം: അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന്. 8-ാമത്തെ ചോദ്യം: നാം പ്രാർത്ഥനയ്ക്ക് എങ്ങനെയുള്ളവരായിരിക്കണം? ഉത്തരം: സുബോധമുള്ളവരും നിർമ്മതരും. 9-ാമത്തെ ചോദ്യം: പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ എന്ന് പത്രോസ് പറയാൻ കാരണമെന്ത്? ഉത്തരം: എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നതിനാൽ. 10-ാമത്തെ ചോദ്യം: പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നത് എന്ത്? ഉത്തരം: സ്നേഹം. 11-ാമത്തെ ചോദ്യം: സകലത്തിനും മുൻപേ നാം എങ്ങനെ ഉള്ളവരായിരിക്കണം? ഉത്തരം: തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവർ. 12-ാമത്തെ ചോദ്യം: പിറുപിറുപ്പ് കൂടാതെ നാം ആചരിക്കേണ്ടത് എന്ത്? ഉത്തരം: അതിഥി സൽക്കാരം. 13-ാമത്തെ ചോദ്യം: നാം അന്യോന്യം എങ്ങനെ ശുശ്രൂഷിക്കണം? ഉത്തരം: വിവിധങ്ങളായ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി ദൈവകൃപയാൽ. 14-ാമത്തെ ചോദ്യം: നാം എങ്ങനെ പ്രസംഗിക്കണം എന്നാണ് പത്രോസ് പറയുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ. 15-ാമത്തെ ചോദ്യം: ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം നാം എന്തു ചെയ്യണം? ഉത്തരം: ശുശ്രൂഷിക്കണം. 16-ാമത്തെ ചോദ്യം: ശുശ്രൂഷിക്കുന്നവൻ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്? ഉത്തരം: ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം. 17-ാമത്തെ ചോദ്യം: നാം പ്രസംഗിക്കുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും ആര് മഹത്വപ്പെടണം? ഉത്തരം: ദൈവം. 18-ാമത്തെ ചോദ്യം: മഹത്വവും ബലവും ആർക്കുള്ളത്? ഉത്തരം: ദൈവത്തിന്. 19-ാമത്തെ ചോദ്യം: പരീക്ഷയ്ക്കായി സംഭവിക്കുന്ന അഗ്നിശോധനയെങ്കിൽ അതിശയിക്കാതെ എന്തു ചെയ്യണം? ഉത്തരം: സന്തോഷിക്കണം. 20-ാമത്തെ ചോദ്യം: എന്തിൽ പങ്കുകാരാകുമ്പോഴാണ് നാം സന്തോഷിക്കേണ്ടത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ കഷ്ടത്തിൽ. 21-ാമത്തെ ചോദ്യം: ക്രിസ്തുവിൻ്റെ കഷ്ടത്തിൽ പങ്കുകാരാകുമ്പോൾ സന്തോഷിക്കാൻ പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം: അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരുന്നതുകൊണ്ട്. 22-ാമത്തെ ചോദ്യം: എങ്ങനെ നിന്ദ സഹിക്കേണ്ടി വന്നാലാണ് ഭാഗ്യവാനാകുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി. 23-ാമത്തെ ചോദ്യം: മഹത്വത്തിൻ്റെ ആത്മാവ് ആര്? ഉത്തരം: ദൈവാത്മാവ്. 24-ാമത്തെ ചോദ്യം: നമ്മിൽ ആവസിക്കുന്ന ആത്മാവ് ഏത്? ഉത്തരം: മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ്. 25-ാമത്തെ ചോദ്യം: എങ്ങനെ കഷ്ടം സഹിക്കേണ്ടി വന്നാലാണ് ലജ്ജിക്കാതിരിക്കേണ്ടത്? ഉത്തരം: ക്രിസ്ത്യാനിയായിട്ട്. 26-ാമത്തെ ചോദ്യം: ക്രിസ്ത്യാനി എന്ന നാം ധരിച്ചിട്ട് നാം എന്ത് ചെയ്യണം? ഉത്തരം:
ദൈവത്തെ മഹത്വപ്പെടുത്തണം. 27-ാമത്തെ ചോദ്യം, ന്യായവിധി എവിടെയാണ് ആരംഭിക്കുന്നത്? ഉത്തരം, ദൈവഗൃഹത്തിൽ. 28-ാമത്തെ ചോദ്യം, നീതിമാൻ രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്നാണ് പത്രോസ് പറയുന്നത്? ഉത്തരം, പ്രയാസേന. 29-ാമത്തെ ചോദ്യം, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ഏത്? ഉത്തരം, ന്യായവിധി. 30-ാമത്തെ ചോദ്യം, ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ ആരിൽ ഭരമേൽപ്പിക്കണം? ഉത്തരം, വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.